ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അഭിഷേകാഗ്നിയുടെ എല്ലാ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2017 ഇതാ നമ്മുടെ ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞ് വീണ്ടും ദൈവ വചനത്താൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ വലിയ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും മണിക്കൂറായി സ്വർഗ രൂപാന്തരപ്പെടുത്തും. അനേകം വിദ്യാർത്ഥിനികൾ, അനേക കുടുംബങ്ങൾ, തകർന്നിരിക്കുന്ന അനേക ആത്മാക്കൾ, ജീവിത വേദനകളിൽ കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾ ദൈവത്താൽ സ്പർശിക്കപ്പെടുന്ന അത്ഭുതത്തിൻ്റെ സമയം ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ സമയം എഴുന്നേറ്റ് നിന്ന് ഈ പുതുവത്സരത്തിൽ ഈ ഒരു വർഷം തന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പാട്ടുപാടി, ദൈവമേ അവിടുത്തെ വചനം സമൃദ്ധമായി അയക്കണമേ, കർത്താവേ അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾ പരിപുഷ്ടമാക്കണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ അത് ഭൂമിയെ നനച്ച് അത് വിത്തുകൾ മുളപ്പിച്ച് ഫലം നൽകി ദൈവം ഈ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. മഴയും വരുന്നപ്പോൾ തിരുവചനം മണയും, മഴയും വരുന്നപ്പോൾ തിരുവചനം മണയും. ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും. കൈയടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ ഫലമാനെ പോൽ തുള്ളിച്ചാടുന്നു. സന്തോഷിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ ഫലമാനെ പോൽ തുള്ളിച്ചാടുന്നു. ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, യുവതിവാക്കന്മാർ, കുടുംബങ്ങൾ ഒരുമിച്ച് ദൈവവചനം കൊണ്ട് പൂരിതമാകാൻ ആഗ്രഹിച്ച് പാടി പാടി ആരാധിക്കുന്നു. എന്നിൽ വന്ന് നിറയും വചനം യേശുവാകും വചനം, യേശുവേ എന്നെ നയിക്കും നേർവഴി കാട്ടും ജീവദായക വചനം. എന്നിൽ വന്ന് നിറയും വചനം യേശുവാകും വചനം, എന്നെ നയിക്കും നേർവഴി കാട്ടും ജീവദായക വചനം. രോഗങ്ങൾ മാറുന്നു, ഉന്മേഷത്താൽ നിറയുന്നു. രോഗങ്ങൾ മാറുന്നു, ഉന്മേഷത്താൽ നിറയുന്നു. പക്ഷികളെ പോൽ പറന്നുയർന്നു പാടി സ്തുതിക്കുന്നു. പക്ഷികളെ പോൽ പറന്നുയർന്നു പാടി സ്തുതിക്കുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ ഫലമാനെ പോൽ തുള്ളിച്ചാടുന്നു. 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 കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. വിദ്യാർത്ഥികളുടെ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ അഭിഷേകം ചെയ്യട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ. മുടന്തന്മാർ ഇപ്പോൾ ഹനുമാനെ പോലെ വീണ്ടും ഓടാത്തപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ സ്പർശിക്കണമേ. ദൈവരാജ്യ വചനങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത വണ്ണം ക്ഷീണം, മടുപ്പ്, അന്ധത, ബധിരത, ദൈവരാജ്യത്തോട് തുറവില്ലായ്മ, ഹൃദയകാഠിന്യം, വിശ്വാസക്കുറവ്, ഭക്തിരാഹിത്യം, എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം, ദുർപീഡകൾ, പൈശാചിക പീഡകൾ, ഇവ നിമിത്തം ക്ലേശിക്കുന്ന സർവ്വ ഹൃദയങ്ങളെയും സർവ്വ മനസ്സുകളെയും ഈ നിമിഷം പരിശുദ്ധാത്മാവേ അവിടുന്ന് തുറക്കണമേ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, ശക്തി നിറയട്ടെ. ഗ്ലോറി, 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 ഫയർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുന്നു. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇന്ന് ഈ ഒരു പുതുവത്സരത്തിൽ കർത്താവ് തരുന്ന വലിയൊരു ദൈവരാജ്യ ദൂത് തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് എന്നതിനെക്കുറിച്ചാണ്. തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക്. ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാറൂക്ക് പ്രവചനത്തിൽ 2-ാം അധ്യായത്തിലെ 5-ാമത്തെ തിരുലിഖിതം പരിശുദ്ധാത്മാവ് എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ബാറൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 5. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാൻ ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അത്ഭുതകരമായ ഒരു വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. പാപങ്ങൾ ഉപേക്ഷിക്കുക, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉന്നതി പ്രാപിക്കാൻ ദൈവവചനം നമുക്ക് നൽകുന്ന ദൈവികമായ വഴികളെക്കുറിച്ചാണ്. അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ അവർ പറയണത് എങ്ങനെയാണ്: ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ സാമർഥ്യത്തോടെ ഓടി നടക്കുന്നുണ്ട്, ഞങ്ങൾ സകല കഴിവ് ഉപയോഗിക്കുന്നു, പക്ഷേ വിജയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആത്മീയമായി അധ്വാനിക്കുന്നു, കൃഷി ചെയ്യുന്നു, വ്യാപാരങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾക്ക് കടബാധ്യത കൂടി വരുന്നു, ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല, ജോലിയിൽ പ്രവേശിക്കുന്നു, പ്രമോഷൻ ലഭിക്കുന്നില്ല, കിട്ടുന്നതെല്ലാം ഓട്ടസഞ്ചിയിൽ ഇടാൻ വേണ്ടി മാത്രം. അനേകരുടെ അനുഭവത്തിൽ അവർ പറഞ്ഞെങ്ങനെയാണ്: മേൽപോട്ട് എറിയുന്ന വടി താഴോട്ട് വരുന്നത് പോലെയാണ് ഓരോ കാര്യങ്ങൾക്ക് പോയി ഒരു ഗതിയും കിട്ടാതെ തിരിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൽ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ ഒരു കുറച്ച് സമയം നമുക്കൊന്ന് പര്യാലോചിക്കാം. ദൈവവചനം ഉന്നതി പ്രാപിക്കാൻ വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തെ നിർദ്ദേശം ഇതാണ്: നിൻ്റെ പാപ വഴികൾ നീ ഉപേക്ഷിച്ച് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ നീ കേൾക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് നിൻ്റെ പാപവഴികൾ ഉപേക്ഷിച്ച് നീ ദൈവഭക്തിയിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് വലിയ ഉയർച്ചയുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൽ 21-ാമത്തെ തിരുലിഖിതം. തോബിത്ത് കൊച്ചു തോബിയാസിനോട് പറയുന്ന ഒരു ഉപദേശമാണിത്. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 21. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്: മകനേ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ അവിടത്തേക്ക് എതിരായുള്ള പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തോബിത്തിലൂടെ കൊച്ചു തോബിയാസിന് കൊടുക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ്. ദൈവരാജ്യത്തിൻ്റെ ഓരോ രഹസ്യങ്ങളും വെളിപ്പെടുത്തലിലൂടെ ദൈവം തലമുറകൾക്ക് പകർന്നു നൽകുന്നു. വെളിപ്പെടുത്തലിലൂടെ ഈ സമയത്ത് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ പുതിയ പുതിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നട്ടുപിടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൊരു വലിയ ബോധ്യം ഇതാണ്:
നീ ദൈവത്തോട് ഭക്തിയുള്ളവനായിരിക്കുകയും നീ നിന്റെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും നീ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്താൽ നിനക്ക് വലിയ ഉയർച്ചയുണ്ടാവും. ഒന്ന്, നീ പാപം ഉപേക്ഷിക്കണം. രണ്ട്, നീ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ വഴികളിലൂടെ നടക്കണം. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അനുഭവം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ വ്യക്തിയുടെ ഒരു ശശി എന്നാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും പ്രൊമോഷനില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ശമ്പള വർധനവില്ല. അദ്ദേഹം എന്ന് വിഷമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അദ്ദേഹത്തിന് താഴെയുള്ളവരെല്ലാം ഉയർന്നു പോവുകയാണ്. അദ്ദേഹം മനോവേദന ഇരിക്കുമ്പം അദ്ദേഹം തുടരെ വചനം കേൾക്കാൻ തുടങ്ങി. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം അദ്ദേഹം കേൾക്കാൻ തുടങ്ങി. ആ വചനം അനുസരിച്ച് ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ തുടങ്ങി. ഹൃദയം ദൈവത്തോട് ചേർത്തു, പാപത്തോട് വിട പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്ന പൈതലായി അദ്ദേഹം മാറി. എങ്ങനെയാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്? എൻ്റെ പേര് ശശി. ഞാൻ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങര 3 രാജാക്കന്മാർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 11 കൊല്ലം കൊണ്ട് ഞാൻ വെളിരാജ്യത്താണ് ജോലി ചെയ്യുന്നത്. എങ്കിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് അഭിഷേക് അഗ്നിയുടെ ഏതാനും 600 എപ്പിസോഡുകൾ മാറാനാത്ത എൽ ഷദായ്, അഭിഷേക് അഗ്നി, വചനാമൃതം ഇതാണ് ഞാൻ കേൾക്കുന്നത്. എന്നും രാവിലെ 4 മണി തൊട്ട് 4:30 വരെ ബസ്സിൽ ഡ്യൂട്ടി സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരമണിക്കൂർ ഈ എപ്പിസോഡ് ഞാൻ കേട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഈ 5 വർഷമായിട്ട് ഞാൻ ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു ശമ്പള ഉയർവോ അങ്ങനെ ഒന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ ഒരു ന്യായമായുള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഉയർച്ച ഈ കഴിഞ്ഞ വർഷം പോലും എൻ്റെ പുറകിൽ വന്ന് ചേർന്നവർക്കും എന്നെ മുമ്പിലുള്ളവർക്ക് എല്ലാവർക്കും ശമ്പളം കൂട്ടിയിട്ടും കമ്പനി എനിക്ക് ഈ ശമ്പളം കൂട്ടിയിട്ടില്ല. ഞാൻ വളരെയേറെ വിഷമത്തിലോട് ഈ 10 വർഷവും ഒരു പ്രാവശ്യം പോലും എനിക്ക് ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജൂലൈ മാസം എൻ്റെ വിസ തീർന്ന് എനിക്ക് വരേണ്ട സമയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ മാസം ഞാൻ അഭിഷേക് അഗ്നിയിലെ 577ാമത്തെ എപ്പിസോഡ് എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, ഡൗൺലോഡ് ചെയ്ത്. അതിൽ വട്ടായിൽ അച്ഛൻ തരുന്ന സന്ദേശം ഇതായിരുന്നു: പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം നിരസിക്കരുത് എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്താണ് വേറെ 2-3 പേർക്ക് ഇൻക്രിമെൻ്റ് കൊടുത്ത് കമ്പനി വിട്ടപ്പോൾ ഞാൻ അങ്ങ് വളരെ വിഷമത്തിലായിരുന്നു. അന്നിരുന്ന് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം അപ്പോൾ തന്ന്, നീയും ചെന്ന് ശമ്പളം കൂട്ടി ചോദിക്കുക എന്ന്. പക്ഷേ മാനസികമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് പറ്റത്തില്ല. കാരണം പ്രോജക്റ്റ് കഴിഞ്ഞ് കമ്പനിയിലെ 60% ആൾക്കാരെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 60% പേരെ പിരിച്ചു വിടുകയാണ് പ്രോജക്റ്റ് തീർന്നുകൊണ്ട്. അപ്പോൾ ഇനി പിന്നെ ശമ്പളം കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓയിൽ ഫീൽഡ് കമ്പനി ആയതുകൊണ്ട്, സാമ്പത്തിക മാന്ദ്യം ആയതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഇപ്പോഴും പണി നടക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ജൂൺ മാസം 26-ാം തീയതി ഞാൻ ചെന്നിട്ട് 24-ാം തീയതി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കമ്പനി മെഡിക്കൽ എൻ്റെ കഴിഞ്ഞ് നിർത്തിയായിരുന്നു, വിസ അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ചെന്ന് പറയുന്നത്, എനിക്ക് ശമ്പളം കൂട്ടി തന്നാൽ മാത്രമേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ എന്ന്. പ്രൈസ് ദി ലോർഡ്. ആ സമയം വീണ്ടും കമ്പനി എന്നെ വിളിച്ച് 2 ദിവസം കൂടെ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ 2 ദിവസത്തിനകം വീണ്ടും 80 പേരെ ടെർമിനേഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കമ്പനി ഈ 2 ദിവസം കൊണ്ട് 80 പേരെ പറഞ്ഞു വിട്ട്, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട്. അത് ചേട്ടൻ കേട്ടോണ്ടിരിക്കുകയാണ്. അന്നും ഞാൻ ഈ അഭിഷേക് അഗ്നിയുടെ ഇതേ എപ്പിസോഡ് എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്ത് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ വീണ്ടും ശക്തമായിട്ട് പറയുകയാണ്, മാനുഷികമായിട്ട് ചിന്തിക്കാതെ പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശത്തെ ഉയർച്ചയോടുകൂടി ശബ്ദത്തോടുകൂടി നീ പ്രഘോഷിപ്പിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു തോന്നൽ വന്ന് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസം കമ്പനിക്ക് ഒരു ലെറ്ററാണ് എനിക്ക് തന്നത്. ആ ലെറ്ററിൻ്റെ ആദ്യത്തെ ഒരു വാചകം ഞാൻ വായിക്കുകയാണ്: യുവർ എംപ്ലോയ്മെൻറ്റ് വിത്ത് സാ എമിറേറ്റ്സ് പൈപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഹാസ് ബീൻ ടെർമിനേറ്റഡ്. യു എഫക്റ്റീവ് 27th June 2016 you will be required to work 30 days notice period. അതായത് കമ്പനി നിങ്ങളെ ഈ ജോലിയിലിരുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു, അടുത്ത 30 ദിവസം നിങ്ങൾ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് പോയിക്കോടണം. അപ്പോൾ മനസ്സിനാകെ അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. കാരണം സാധാരണ രീതിയിൽ കഞ്ഞി കുടിച്ച് പോകുന്നതായിരുന്നു. ഇപ്പോൾ ഇതും കൂടെ കൊണ്ട് കൊടുത്തപ്പോൾ ഉള്ളതും പോയി. ആകെ അങ്ങ് വിഷമിച്ച് അന്ന് വൈകിട്ട് ഞാൻ റൂമിൽ വന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ വീണ്ടും ഒരു സന്ദേശം ലഭിച്ച് അത് തന്നെ എടുത്ത് ആ
എപ്പിസോഡ് തന്നെ വീണ്ടും എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും അതെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ശക്തമായിട്ട്. പക്ഷേ കൂട്ടുകാരും ജോലിക്കാരും എല്ലാവരും പറഞ്ഞ് ഒരു വിധത്തിലും നിന്നെ കമ്പനി വെക്കത്തില്ല, കാരണം കമ്പനിയുടെ മാനേജർ എന്നെ അത്രമാത്രം ശാസിച്ചു. കാരണം ഈ സമയത്ത് ആരെങ്കിലും വന്ന് ഇൻക്രിമെൻറ്റ് ചോദിക്കുമോ? ഏതെങ്കിലും ഒരു മന്ദബുദ്ധിയാണെങ്കിൽ പോലും വന്ന് ചോദിക്കത്തില്ല. കാരണം 80% ആൾക്കാർ പോയി, നീ വന്ന് ഇങ്ങനെ ഒരു ഇത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിന്നെ കമ്പനിയിൽ വയ്ക്കുക എന്നുള്ള ഒരു ഇത് പറഞ്ഞ് എന്നോട് പറഞ്ഞ് മാനേജർ തലങ്ങും വിലങ്ങും ശാസിച്ച് എന്നിട്ട് ലെറ്റർ എടുത്തങ്ങോട്ട് കൊടുത്ത് ദൈവമേ. പക്ഷേ ഈ സഹോദരൻ അതിന് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, മാനുഷിക ബുദ്ധി ചിന്തിക്കരുത്, നിനക്ക് കിട്ടുന്ന കാര്യം ഉറക്കെ പ്രഘോഷിക്കുക. അപ്പോൾ പോയിട്ട് പറ. എന്നിട്ട് ഞാൻ അന്ന് വൈകിട്ട് അതേ ലാപ്ടോപ്പിൽ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അരളിക്കയെടുത്ത് ആരാധന നടത്തുമ്പോൾ ഞാൻ ഈ ടെർമിനേഷൻ പേപ്പർ എടുത്ത് അരളിക്കയിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശത്തിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവസരം ഒരുക്കണമേ എന്ന്. അത് കഴിഞ്ഞ് 26 ദിവസം കഴിഞ്ഞു. 28ാമത്തെ ദിവസം ഞങ്ങൾക്ക് ടിക്കറ്റും സെറ്റിൽമെൻറ്റും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കമ്പനിയിൽ വീണ്ടും പോയത്. എങ്കിൽ കമ്പനി അന്ന് അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. വീണ്ടും കമ്പനി അന്ന് എന്നെ വിളിച്ച് ടിക്കറ്റിന് പകരം വേറെ ഒരു ലെറ്ററാണ് എനിക്ക് കയ്യിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് തന്നെ പ്രൊമോഷൻ ആൻഡ് സാലറി അഡ്ജസ്റ്റ്മെൻറ്റ്. I am pleased to confirm that will affect from 26th June 2016 you have been promoted to the position of shop crane operator in your base salary has been reviewed. അതായത് ഏത് ദിവസം എന്നെ ടെർമിനേഷൻ ചെയ്ത് എനിക്ക് ലെറ്റർ തന്നതോ ജൂൺ 27-ാം തീയതിയാണ് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ തന്നത്. ഒരു മാസം കഴിഞ്ഞ് കമ്പനി എൻ്റെ ശമ്പളം കൂട്ടിയിരിക്കുന്നത് ജൂൺ 26, അതായത് എന്ന് എന്നെ ടെർമിനേഷൻ പിരിച്ചുവിട്ടോ അതിൽ നിന്ന് ഒരു ദിവസം മുമ്പായിട്ട് എനിക്ക് 27-ാം തീയതി ടെർമിനേഷൻ ലെറ്റർ, 26-ാം തീയതി തൊട്ട് പ്രൊമോഷൻ കൊടുത്തു. അത് മാത്രമല്ല, ഒറ്റ ദിവസം വെറുതെ ഇരിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അത് മാത്രമല്ല, ആ കമ്പനി 7% നിന്ന് 9% വരെയാണ് ശമ്പളം കൂട്ടിക്കൊടുക്കുക. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് 13% ശമ്പളം കൂട്ടി തന്നിരുന്നു. അത് മാത്രമല്ല, ആ 13% ശമ്പളം കൂട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ആ പൊസിഷനിൽ എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം അമേരിക്കൻ കമ്പനി ആയപ്പോൾ ഒരു പൊസിഷനിന് ഇത്ര ശമ്പളം വന്നുണ്ട്, അതിൻ്റെ മാക്സിമമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രൊമോഷനും കൂടെ തന്നിട്ടാണ് ഈ ശമ്പളം കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പ്രൊമോഷനും കൂടെ തന്നാണ് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഒരു ലെവൽ നിർത്തണ്ടേ. ഒരു ലെവൽ ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ചേട്ടന് വേണ്ടി വലിയൊരു ലെവൽ ഉണ്ടാക്കിയിട്ട് ആ ലെവൽ കൊണ്ടാക്കിയിട്ട് ആ ശമ്പളം കൊടുത്ത് അവിടെ നിർത്തി. അതോടുകൂടി പുതിയ വിസ 2 വർഷത്തേക്ക് വീണ്ടും എന്നെ പുതുപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ എന്നെ 1 മാസത്തെ അവധിക്ക് വേണ്ടി എന്നെ വിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ സന്ദേശം ദൈവത്തിൻ്റെ രൂപത്തിൽ വട്ടായിലക്ഷനിൽ കൂടെ എനിക്ക് ലഭിച്ചതുകൊണ്ട് ഇന്ന് എൻ്റെ വലിയൊരു ദുഃഖം എന്നിൽ നിന്ന് മാറിക്കിട്ടി. അതിലും കൂടുതലായിട്ട് എനിക്ക് സാക്ഷ്യം പറയുവാൻ വലിയൊരു അനുഭവം എനിക്ക് ദൈവം തന്നു. ആ ദൈവത്തിനും ഈ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിനും 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഞെരുക്കം വന്നു, കമ്പനി ടെർമിനേഷൻ നിന്ന് പിരിച്ചുവിട്ടു, അപ്പോഴും നിരാശപ്പെട്ടില്ല. അദ്ദേഹം 6 വർഷം കേട്ട വചനം അദ്ദേഹത്തിൻ്റെ സഹായത്തിനെത്തി. അദ്ദേഹം ആ ടെർമിനേഷൻ ലെറ്റർ കർത്താവിൻ്റെ സന്നിധി വെച്ച് അദ്ദേഹം വീണ്ടും കർത്താവിൽ ആശ്രയിച്ചു. അദ്ദേഹം കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിന്നു. അദ്ദേഹം പതിവിലും കൂടുതൽ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രയത്നം മുഴുവൻ കർത്താവിൽ അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് അത് ചവിട്ടുപടിയായി മാറി. ദൈവത്തിൻ്റെ വചനം സുഭാഷിതം 16:3, പ്രൊവർബ്സ് 16:3, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക. മക്കളെ, എവിടെയെങ്കിലും പരാജയമോ എവിടെയെങ്കിലും തകർച്ചയോ എവിടെയെങ്കിലും തിരസ്കരണമോ എവിടെയെങ്കിലും ബിസിനസ് തകർച്ചയോ ഒക്കെ വരുമ്പോൾ നിരാശപ്പെട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ച് പള്ളി പോക്ക് നിർത്തി കുമ്പസാരം നിർത്തി ഒരു പ്രത്യേക തരത്തിലുള്ള മദ്യപാനത്തിലൊക്കെ ആണ്ട് അങ്ങനെ ഒരു പ്രത്യേക തകർന്ന രീതിയിൽ പോകുന്നതിലല്ല നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത്. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കണം. നീ കൂടുതൽ പ്രാർത്ഥിക്കണം, നീ കൂടുതൽ കർത്താവിന് ആലോചന ചോദിക്കണം, നീ കൂടുതൽ വചനം വായിക്കണം, നീ കൂടുതൽ കുമ്പസാരിക്കണം, വിശുദ്ധിക്ക് വേണ്ടി സ്ഥാനം കൊടുക്കണം, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. അവിടെ ദൈവവചനം നിന്റെ പാത നേരെയാക്കി തരും.
ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹോസിയയുടെ പുസ്തകത്തിൽ 14 അധ്യായം 8 തിരുലിഖിതം, എഫ്രായിം വിഗ്രഹങ്ങളുമായി നിനക്ക് എന്ത് ബന്ധം? നിനക്കുത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാനാണ് നിനക്ക് ഫലം തരുന്നത്. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. വീണ്ടും തോബിത്തിന്റെ പുസ്തകത്തിൽ 4 അധ്യായം 19 തിരുലിഖിതം, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല, കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ജോഷുവയുടെ പുസ്തകം 1 അധ്യായം 8 തിരുലിഖിതം, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് പോകാൻ 3 വലിയ രാജകീയ പാതകൾ ദൈവവചനം ഇന്ന് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഒന്ന്, നിന്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നീ ദൈവത്തിലേക്ക് തിരിയണം. ബാർക്കുവിൻ്റെ പുസ്തകം 2:5 അതാണ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിന്റെ പ്രയത്നം നീ കർത്താവിൽ അർപ്പിച്ച് നീ എല്ലാ കർത്താവിനെ ആശ്രയിച്ച് തുടങ്ങുക. അതാണ് സുഭാഷിതം 16:3 പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നീ കൂടെ കൂടെ ദൈവവചനം കേൾക്കുകയും നീ ദൈവത്തിൻ്റെ അരികിലിരിക്കുകയും ചെയ്യണം. അതാണ് ജോഷുവ 1:8 പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ആചാരത്തിലും നിന്റെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. വചനം നിനക്ക് വിജയം നൽകും. നിന്റെ ദൈവത്തിലുള്ള ആശ്രയത്വം നിനക്ക് വിജയം നൽകും. നിന്റെ പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് നിനക്ക് വിജയം നൽകും. ഈ സമയം എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ കുറച്ച് നേരം നമുക്ക് ആരാധിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക. നിരാശകൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, സങ്കടങ്ങൾ അസ്തമിക്കട്ടെ. കൈകൾ ഉയർത്തുന്നു. ഉച്ചത്തിൽ ഈ ആരാധന സമയത്ത് ഹൃദയം നുറുങ്ങി ഉച്ചത്തിൽ സ്തുതിച്ച് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നന്നായി നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. എത്രമാത്രം ഹൃദയത്തുറവയോടെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യവും സ്വീകരിക്കുന്നുവോ അത്ര വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കും. ഇത് സ്വർഗത്തിലെ ദൈവം യേശു ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തി, എൻ്റെ യേശുവേ, ഈ പുതുവത്സരത്തിൽ എൻ്റെ തോൽവിയെല്ലാം ഏറ്റെടുക്കണമേ. തകർന്ന അവസ്ഥകളിൽ, നിരാശപ്പെട്ട അവസ്ഥകളിൽ തന്നെ കൈപിടിച്ച് ഉയർത്തണമേ. എൻ്റെ വിലാപം അവിടെ നൃത്തമാക്കി മാറ്റണമേ. കർത്താവ് എപ്പോഴും തോറ്റുപോകുന്ന അവസ്ഥ മാറ്റണം. പഠിക്കാൻ ബുദ്ധി നൽകണം. കുട്ടികൾ നന്നായി പ്രാർത്ഥിക്കുക. ബിസിനസ് തകർന്നിരിക്കുന്നവർ, കൃഷിനാശത്തിൽ ഇരിക്കുന്നവർ, വലിയ സാമ്പത്തിക തകർച്ച ഇരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവിടെ നിന്നാണ് ഫലം തരുന്ന കർത്താവ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ. എല്ലാ കണ്ണുനീരും ഒപ്പിയെടുക്കണമേ. സങ്കടങ്ങൾ നീക്കണമേ. അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കാ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കാ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, എല്ലാ രോഗങ്ങളും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, എല്ലാ നാശങ്ങളും സമർപ്പിക്കുന്നു, ശാപങ്ങൾ സമർപ്പിക്കുന്നു, തകർച്ചകൾ സമർപ്പിക്കുന്നു, പരാജയങ്ങൾ സമർപ്പിക്കുന്നു, ബോധബാധകളുടെ ഉപദ്രവങ്ങൾ സമർപ്പിക്കുന്നു, ദുഷ്ടാത്മ പീഡകൾ സമർപ്പിക്കുന്നു, കുടുംബ തകർച്ച സമർപ്പിക്കുന്നു. അന്ധകാര ആധിപത്യങ്ങളെ ഇപ്പോൾ അവിടുന്ന് ആട്ടിപ്പായിക്കണമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. വിശ്വാസത്തോടെ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവാ, കർത്താവ് ഭരണം ചെയ്തിടുവാ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാ. തുടർന്നുള്ള നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി പിടിക്കുക. ഈ സമയം കർത്താവ് അത്ഭുതമായി കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര യേശുവിനെ വിളിച്ച് പറയണം, എൻ്റെ യേശുവേ, ഈ ഒരു പുതിയ വർഷത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ജീവിതത്തിലേക്ക് വരണമേ, സങ്കടങ്ങളിലേക്ക് വരണമേ, തകർച്ചകളിലേക്ക് വരണമേ, കടബാധ്യതകളിലേക്ക് വരണമേ, ബുദ്ധികെട്ട അവസ്ഥയിലേക്ക് വരണമേ, ദുർസ്വഭാവങ്ങളിലേക്ക് വരണമേ, എല്ലാ കണ്ണുനീരിലേക്ക് വരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിളിക്കുന്നു, രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല കുടുംബങ്ങളിൽ ഇപ്പോൾ രാജാവേ വന്നു വാഴണമേ, ഇനി കർത്താവിന്റെ ശക്തി നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല വിടുതൽ, നീയല്ലോ. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.